ഹോസ്പിറ്റലിൽ വെച്ച് മുത്തശ്ശനോട് ആദർശും നയനയും അനിയുടെ നന്ദിനി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. മുത്തശ്ശൻ അപ്പോൾ വഴക്ക് പറയാണ് നയനേനെ, നീ ഒറ്റയെടുത്തി കാരണമാ ഇതെല്ലാം സംഭവിച്ചത്. മോക്കിത് നേരത്തെ എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നോ? അല്ലെങ്കിൽ ആദർശ് നിനക്കെങ്കിലും പറഞ്ഞില്ലായിരുന്നോ? മുത്തശ്ശ, അവസാന നിമിഷത്തിലാണ് ഈ സംഭവം ഞാൻ പോലും കാണുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നയന നിനക്ക് നിന്റെ ഭർത്താവിനോടെങ്കിലും ഒന്ന് പറയായിരുന്നു. ഈ സംഭവം മറച്ചു വെച്ചതിന് വലിയൊരു തെറ്റായിപ്പോയി. നേരത്തെ ഇത് അറിയാമെങ്കിൽ ഒരിക്കലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ ഈ കല്യാണം അവസാനിപ്പിച്ചേനെ എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, മുത്തശ്ശ അതിലും വലിയൊരു ഊരാ കൊടുക്കില്ല നമ്മൾ പെട്ടിരിക്കുന്നേ. എന്താടാ എന്നാ നീ അങ്ങനെ പറയാൻ കാരണം? മുത്തശ്ശി പോയിട്ട് പുരോഹിതനെ കണ്ടിരുന്നു. എന്നിട്ട് പുരോഹിതനെ കണ്ടതിന് ശേഷം പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടി ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയെന്ന് പറയാണ്. എന്താ പുരോഹിതൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. അനിക്കും അനാമിക്കും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലെന്നും അവർ തമ്മിൽ ഒരിക്കലും ചേരില്ലാന്നും അവരുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല എന്നും പറഞ്ഞത്. എൻ്റെ ഈശ്വര, പുരോഹിതൻ അങ്ങനെ പറഞ്ഞു? അതേ മുത്തശ്ശ, അങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല, അനിക്ക് 2 വിവാഹമുണ്ടെന്നും ഈ ജാതകക്കാരിയെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലെന്നും മറ്റൊരു ജാതകക്കാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അനിയുടെ ദോഷം മാറുമെന്നാ അന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങളെന്താ ഇത് എന്നോട് പറയാമെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിയോട് പുരോഹിതനാണ് പറഞ്ഞത്. മുത്തശ്ശി നേരെ ഒന്ന് വീട്ടിലെന്ന് പറഞ്ഞു. മുത്തശ്ശനോട് പറയണ്ടെന്നാ, മുത്തശ്ശനപ്പോൾ സുഖമില്ലാതെ കിടക്കല്ലേ, അതുകൊണ്ടൊന്നും അറിയിച്ച് വിഷമിപ്പിക്കണ്ടെന്നാ മുത്തശ്ശി പറഞ്ഞത്. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് പോയി പൂജാരിയെ കണ്ടപ്പം അദ്ദേഹമാണ് പറഞ്ഞത്, വാഴക്കല്യാണം എന്നൊരു നടത്തിയാല് അതിനുള്ള പരിഹാരമാവുമെന്ന്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വാഴക്കല്യാണമൊക്കെ നടത്തിയതാണ് എന്ന് ആദർശ് പറയാണ്. അതുകൊണ്ട് ആ പ്രശ്നമൊക്കെ തീർന്നുന്നാ മുത്തശ്ശ, അതുകൊണ്ട് ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് നയന പറയുമ്പം ആദർശ് പറയാണ്, എന്നാൽ എനിക്കതിലൊരു വിശ്വാസം തോന്നുന്നില്ല. ആ ജാതകത്തിനെ കുറിച്ചും ആ പ്രശ്നത്തിനെ കുറിച്ചും പുരോഹിതൻ ഇത്രയ്ക്കും ഓവറായിട്ട് പറയും, അതായത് ഇത്രയ്ക്കും ഉറപ്പിച്ച് പറയുമ്പം അത് നടത്തേണ്ടിയിരുന്നില്ലെന്നാ മുത്തശ്ശ എനിക്ക് തോന്നുന്നത്. അവന്റെ ജീവിതത്തിൽ 2 കല്യാണമുണ്ടെന്നും അനാമിക അവന് വാഴില്ലെന്നും അനാമികയുടെ സ്വഭാവം അത്ര നല്ലതല്ലെന്നും ഒക്കെ പുരോഹിതൻ പറഞ്ഞതാ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ അനി അത് അനിക്ക് വേണ്ടി അനിയെ അവളെ ഒന്നിപ്പിക്കാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലതെന്ന് പറയാണ്. മുത്തശ്ശൻ പറയാണ്, തല്ല് തരേണ്ടത് നിങ്ങൾക്ക് 2 പേർ കിട്ടുക. നിങ്ങൾ ആദ്യം ഇതൊക്കെ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? കാരണവരായിട്ട് ഞാനുള്ള ജീവനുണ്ടല്ലോ, മരിച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിച്ചാൽ പോരായിരുന്നു എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓരോ സാഹചര്യങ്ങളായിരുന്നില്ലേ അതൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയാണ്, ഇദ്ദേഹത്തിന് സുഖമില്ലാത്തതല്ലേ, നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞത്. അത്രയ്ക്ക് അർജന്റായിരുന്നു. ആ ഒരു സൈൻ ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു സൈൻ ചെയ്ത് തന്നേക്കാം, സൈൻ ചെയ്ത് തരുന്ന പോലെ ഇതാക്കിയിട്ട് താൻ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വാക്കുവിശ്വസിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ആദർശേ പോയി സൈൻ ചെയ്ത് കൊടുക്കുന്നതും പണ്ട് സൈൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് നയന. പുറത്തുനിന്ന് കണ്ടാൽ മതി, അകത്തേക്ക് ആരും അലോ ചെയ്യില്ല, കുട്ടിക്ക് ബോധം വന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശും നയനയും കൂടെ കൂടിയിട്ട് കഥ ഇങ്ങനെ തുറക്കുകയാണ്. അപ്പൊ നന്ദു ഇങ്ങനെ കിടക്കുന്നത് നയനെ കാണുന്നുണ്ട്. നയന ആദർശിനോട് പറയാണ്, എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ആദർശേട്ട എന്ന് പറയുന്നുണ്ട്. വിഷമിക്കാതിരിക്കുക, ഇത്രയും ബോൾഡായി പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും കരുതിയിരുന്നില്ല ഈശ്വര എന്ന് പറയാണ് ആദർശ്. നയന പറയാണ്, പാവമായിരുന്നു നന്ദുക്കുട്ടി, ഞങ്ങൾക്ക് വേണ്ടിയാ അവളതെല്ലാം സഹിച്ചത്. ചേച്ചിമാരുടെ ജീവിതം അവിടെ സുരക്ഷിതമല്ലെന്ന് അറിഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഒരു കടുങ്കയെ ചെയ്തത്. ഒരിക്കലും നന്ദും അനിയും ഒന്നിക്കാൻ പാടില്ലെന്ന് ഞാൻ പലതവണ അവളോട് പറഞ്ഞു. അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും പറഞ്ഞു. അപ്പോൾ അവൾക്ക് തോന്നിക്കാണും അവളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന്. അതുകൊണ്ടായിരിക്കും അവൾ ഈ ഒരു സാഹസം കാണിച്ചെന്നൊക്കെ പറയാണ് ആദർശ്. നയന പറയുന്നുണ്ട്, അതും ഒരുപക്ഷെ ശരിയായിരിക്കാം ആദർശേട്ടാ, പക്ഷേ എങ്കിലേ ഇത്രത്തോളം അനിയോട് അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെയും നവ്യേച്ചനും ജീവിതം പോലും നോക്കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട അവർ തമ്മിൽ ജീവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം സന്തോഷമായിരിക്കില്ലേ? അത് മതിയായിരുന്നു. പിന്നെ ഏറ്റവും വലിയ തടസ്സം മുത്തശ്ശൻ അനാമിക്ക് കൊടുത്ത വാക്കാണ് എന്ന് നയന പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയായിരുന്നു, നിങ്ങൾ നേരത്തെ പറയാറുന്നുണ്ടെങ്കിൽ ഞാനതിന് എന്തേലും ചെയ്തേനെ എന്ന്. അങ്ങനെ മുത്തശ്ശൻ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ആദർശ് പറയാണ്, മുത്തശ്ശ ഹോസ്പിറ്റലിലേക്ക് പോയി റെസ്റ്റ് എടുക്കുകയല്ലേ ഇനി വേണ്ടതെന്ന് ചോദിക്കുമ്പം, അല്ല ഞാൻ നേരെ അനന്തപുരിയിലേക്ക് പോവാണ്, എന്താണ് നടക്കാമെന്ന് സംഭവം ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് അനന്തപുരി അവിടെ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഭയങ്കര ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദുവിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അതിന് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ജാനകി ചോദിക്കുകയാണ്, അല്ല നീ ആരെ തപ്പുന്നേന്ന്? നന്ദുവിനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം, മുട്ടച്ചി വന്നില്ലെങ്കിൽ നിനക്കെന്താടാ കുഴപ്പം? ഞാനാ പറഞ്ഞത് ഇവിടെ ഒന്നും കണ്ടുപോയേക്കരുത്, എങ്ങോട്ടെങ്കിലും പോവാൻ. എങ്ങോട്ടെങ്കിലും പോട്ടെ നാശം എന്ന് പറയുന്നുണ്ട്.
അനാമിക പറയാണ്, അമ്മേ അവൾ ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവളാ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്നെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിലും അവള് തന്നെയാ. അവള് തന്നെ ആളെ സെറ്റാക്കിയിട്ടാ എന്നെ അങ്ങനെയൊക്കെ ചെയ്തത്. കൊന്നുകളയായിരിക്കും അവളുടെയൊക്കെ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. അനി ചോദിക്കാണ്, ഓഹോ നിന്നെ അപ്പം അവിടെ ഒന്ന് രക്ഷിതാണോ അവള് ചെയ്ത് തെറ്റെന്ന് ചോദിക്കുന്നുണ്ട്. രക്ഷിച്ചു പോലും മനഃപൂർവ്വമായിട്ട് എൻ്റെ മോളെ അവള് തട്ടിക്കൊണ്ട് പോയതാ. എന്നിട്ട് അവള് രക്ഷിക്കുന്ന പോലെ അഭിനയിച്ചു തന്നായിരിക്കും പോലീസിനെയൊക്കെ വിവരം അറിയിച്ചപ്പം കുടുങ്ങുമെന്ന് ചേച്ചിക്കും അനച്ചിക്കും അനിയത്തിക്കും മനസ്സിലായി കാണും. അമ്മ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലമ്മേ. ഇത്രയും കാലം നയനച്ചിന് അമ്മയ്ക്ക് എന്നാ സ്നേഹമായിരുന്നു. ഇപ്പം അമ്മയായല്ലേ ആദ്യത്തെ ശത്രു എന്ന് പറയാണ്. ഇതേ സമയത്ത് വാതിക്ക് നിന്നുകൊണ്ട് ജലജയും ദേവേനയും പറയുന്നുണ്ട്, ഇനിയിപ്പം നയന വന്ന് കയറിയിട്ട് വെറുതെ ആ പാവം കൊച്ചിനോട് അലമുണ്ടാക്കുമല്ലോ. അനാമിക ഒരു പാവമാ, ബാക്കി രണ്ടാളുമാരെ മുറ്റ സാധനവുമാ. അവൾമാർ അത്രയും പ്രായമില്ലല്ലോ ഈ കുട്ടിക്ക്, ചെറിയ കുട്ടിയല്ലേ, എങ്ങനെ പിടിച്ചു നിൽക്കുന്ന എനിക്കറിയില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. ദേവേനെ പറയാണ്, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അനാമിക മോളെ ആരും നുള്ളി നോവിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെയും കൂടി മോൾ അനാമിക മോള്. അവൾമാര് അഹങ്കാരം കാണിച്ച് ഇങ്ങോട്ട് വരട്ടെ, രണ്ടിനെ കഴുത്തിന് പിടിച്ച് ഞാൻ വെളിയിത്തള്ളും എന്നൊക്കെ പറയുന്നുണ്ട്. ജയനും അജയനും അവിടെ നിന്ന് സംസാരിക്കാണ്. അജയൻ പറയാണ്, എൻ്റെ പൊന്നേട്ടാ ഇത്ര നാളുള്ള പ്രശ്നമൊന്നും ആയിരിക്കില്ല ഇനി വീട്ടില്. വലിയ ബോംബുകളൊക്കെ പൊട്ടാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അജയൻ ചോദിക്കുമ്പം, എൻ്റെ പൊന്നേട്ടാ ഇത്രയും കാലം ജാനയ്ക്ക് നയനമോളെ മതിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനൊന്നും അല്ല. രണ്ടുപേരും ഇപ്പം നയനെ കാണുന്നത് ചെകുത്താൻ കുരിശു കാണുന്ന പോലെയാ. അവക്കിപ്പം ഒട്ടും കണ്ണിന് കണ്ടുവിടാം. അതിന് പിന്നില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഏട്ടനോട് പറയാം. ഇപ്പം എന്തായാലും ദേവയാനിയും ജലജയും എൻ്റെ ഭാര്യ ജാനകിയും എല്ലാവരും കൂടെ കൂടിയിട്ട് ആ നയനക്കിട്ടും നവിക്കിട്ടും പണിയാൻ ഉദ്ദേശിച്ചിരിക്കുക. അനാമിക മോള് നല്ല സമ്പത്തുള്ള കുടുംബത്തിലായതുകൊണ്ട് ഇനി അതും പറഞ്ഞിട്ടായിരിക്കും അവളെ ഇട്ട് എല്ലാവരും കുത്താൻ പോകുന്നത്. ഇപ്പോൾ തന്നെ അനാമികയുടെ പാദസേവ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നയന നവ്യനെയും കുറേയൊക്കെ പറയുന്നുണ്ട് ഇവർ. ഇനിയും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ നയനയ്ക്ക് ഇനി കണ്ണീര് മാത്രമേ കാണുകയുള്ളൂ. നവി പിന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ വരുന്ന കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. മിക്കവാറും 3 അമ്മായിമ്മമാരും കൂടി അവളെ എടുത്ത് തോളത്ത് വെക്കും. എന്നിട്ട് ബാക്കി രണ്ടുപേരെ അവോയ്ഡ് ചെയ്യുമ്പം അവൾക്കതൊരു അഹങ്കാരമാവില്ലേ എന്നൊക്കെ പറയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയണം. എന്തായാലും അച്ഛൻ ഇത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. അച്ഛൻ്റെ വോയിസ് അവിടെ പൊങ്ങി നിൽക്കുന്നിടത്തോളം കാലം ആരും ഒന്നും പറയാൻ നിൽക്കില്ല. ഇവരെ കടക്കാൻ അതേ ഉള്ളു മാർഗം എന്ന് ജയം പറയുന്നുണ്ട്. അതേ ഏട്ടാ, അച്ഛൻ ഇത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു അവരും പറയുന്നുണ്ട്. ഈ സമയത്ത് അനി പറയാണ്, എനിക്ക് ഒരു സമാധാനം ഇല്ല, ഒരു ഇഷ്ടമില്ല, ഒരു താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം വിവാഹം വേണ്ടെന്ന്, നിന്റെ എല്ലാം നിർബന്ധം എന്ന് പറഞ്ഞിട്ട് ആ മാല വലിച്ചെറിഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, കണ്ടില്ലേമ്മേ ഇതാ ഞാൻ പറഞ്ഞത്, അവൾ ഇവൻ്റെ മനസ്സ് ആകെപ്പാടെ മാറ്റി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ. എനിക്ക് പണ്ടെന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ അരികിലേക്ക് വരാൻ സമ്മതിക്കാതെ അവൾ വിളിച്ചുകൊണ്ട് പോയിട്ട് മനസ്സാകപ്പാടെ മാറ്റി വെച്ചതാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് അറിയാൻ മോളെന്ന് പറയാണ്. അമ്മേ അവളുടെ ലക്ഷ്യം സ്വത്താ. 2 ചേച്ചിമാരെ പോലെ അവളും സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാ ഇവിടെ കെട്ടാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതാകുമ്പം ഉള്ള സ്വത്ത് വിഹിതം മൊത്തം അവർ ഒറ്റ കുടുംബത്തിലേക്ക് ചെല്ലില്ലേ, അതായിരുന്നു അവരുടെ പ്ലാനിങ്. അതൊക്കെ എനിക്കറിയാം മോളെ. എൻ്റെ മോളെ എന്നോട് രാജകുമാരെ പോലെ ജീവിക്കും. മറ്റേ സ്വത്ത് മോഹിച്ചിരുന്ന 2 അവളുമാരെ വേലക്കാരികളാക്കും. മോള് കണ്ടോ എന്നൊക്കെ പറയാണ്.